Hoş geldin bizning uyga. Akay Nisbekov avlunda tursin. സുഹൃത്തുക്കളെ, ഭൂമിക്കൊരുമ്മ ഈ ഒരു രാജ്യത്തേക്ക് വരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കുറെ ഓഫറുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തു തരാം, നമ്മൾ ചെയ്തു തരാം, എല്ലാ സപ്പോർട്ടും ഉണ്ടാക്കും, എല്ലാവരോടും എനിക്ക് സന്തോഷവും സ്നേഹവും മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നിന്ന് എൻ്റെ ഒരു മാസത്തോളം പോയി കേട്ടോ. എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ആരും എന്നിലേക്ക് വന്നില്ല. എൻ്റെ സ്വപ്നങ്ങൾ നീണ്ടു പോകുന്നു. ഒന്നും നോക്കിയില്ല, ഉള്ളതൊക്കെ നുള്ളിപ്പറക്കി ഞാൻ ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാജ്യത്തിലെത്തി കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആർക്ക് വേണ്ടി കാത്തിരിക്കരുത് കേട്ടോ. അത് നേടിയെടുക്കാൻ വേണ്ടി കടം വാങ്ങിയിട്ടാണെങ്കിലും സത്യമാണെങ്കിൽ വിജയിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ഇറങ്ങും കേട്ടോ, ഒന്നും നോക്കാതെ. ഇതാ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രം കേട്ടോ. 40,000 ഒക്കെ എനിക്ക് ഇനി ഉണ്ടാക്കാൻ എൻ്റെ ജീവിതത്തിൽ, പക്ഷെ സമയം ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പൊ എന്തായാലും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 100 കിലോമീറ്റർ ഹിജയ്ക്കാണ് കേട്ടോ. കോൾസായി തടാകത്തിലെ യാത്രയാണ്. എന്തായാലും എല്ലാവരും മുഴുവൻ കാണുക. എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഇന്ന് സ്നേഹവും ബഹുമാനം മാത്രമേ ഉള്ളൂ. ആവുന്നത് പോലെ യാത്രകൾ ചെയ്യുക കേട്ടോ. 38 കിലോ ആണ് ഇന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും കാണാം. ദൂരം കൂടുന്തോറും കാണുന്ന കാഴ്ചകൾ സുഹൃത്തുക്കളെ ഭംഗി കൂടി വരുവാണ്. ഇതെന്താണ്, സ്വർഗമോ? കാഴ്ചകൾ മനോഹരമാണ്. ഈ ഒറ്റപ്പെട്ട പാതയിലൂടെ ഞാനിങ്ങനെ വാഹനങ്ങൾക്ക് ലിഫ്റ്റ് അടിക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയമാണ്, ഇവൻ എന്തിനാണ് ഇങ്ങനെ ലിഫ്റ്റ് അടിക്കുന്നത്? കാരണം ഇവിടെയുള്ള ആരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാകും. ഇവൻ എന്തിനാണ് വന്നത്, എങ്ങനെയുള്ള ആളാണെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അത് ഞാനായാൽ പോലും ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നിരുന്നാലും കുറേ സമയം ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ആൾക്കാർ പണം ചോദിക്കുകയാണ്. 5,000 രൂപ 10,000 രൂപയൊക്കെയാണ് ഒരു ലിഫ്റ്റ് അടിച്ച് ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി ഇവർ ചോദിക്കുന്ന ചാർജ്. കാറ്റായത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ചെറിയ പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. എന്നിരുന്നാലും ഈ ഒരു ഭൂമി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ദൂരം നടന്ന് യാത്ര ചെയ്യാനും ഹിച്ചേക്ക് ചെയ്ത് യാത്ര ചെയ്യാനും ക്യാമ്പ് ചെയ്യാനും പറ്റിയ മനോഹരമായൊരു ഭൂമി കേട്ടോ. കുറേ നേരത്തിന് ശേഷം ഒരു കാർ നിർത്തി. അവരോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ റഷ്യൻ ഭാഷയിലും കസാക്ക് ഭാഷയിലും ഓൾറെഡി ഞാൻ എൻ്റെ ട്രാൻസ്ലേറ്ററിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കത്തുള്ളൂ. ഇംഗ്ലീഷ് ഭാഷ ഇവിടെയുള്ള ഒരാൾക്കും അറിയില്ല. 100-ൽ 2-3% ആൾക്കാർ മാത്രമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഭാഗം ക്ലിയർ ആണെന്ന് എങ്ങനെയെങ്കിലും നമ്മൾക്ക് അവരെ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള ലിഫ്റ്റ് സൗകര്യമൊക്കെ കിട്ടത്തുള്ളൂ. 1/2 മണിക്കൂറോളം സംസാരിച്ചിട്ടാണ് എനിക്കൊരു വാഹന ലിഫ്റ്റ് കിട്ടുന്നത്. അതിനകത്തുള്ളതൊരു ചെറുപ്പക്കാരനാണ്. പ്രായമായ ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് ഒട്ടും ഇവിടെ ലിഫ്റ്റ് തരുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഭാഷയുടെ പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറുകയാണ്. Okay, thank you. Yeah. Let's go for the boat, okay? Yeah, sure. So there's gonna be kind of a countryside, you know? There's a village nearby. Okay. So we'll leave there. Okay, you're from Almaty? No, I'm actually from Germany. Germany? Yeah. Oh, okay. സുഹൃത്തുക്കളെ നമസ്കാരം. കസാക്കിസ്ഥാനിലാണ് ഉള്ളത്. എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മൈ ബ്രദർ. വേർ ആർ ഫ്രോം? ജർമ്മനി. പുള്ളിക്കാരൻ ജർമ്മനിലാണ്. റഷ്യൻ ഭാഷ സംസാരിക്കും, നമ്മുടെ കസാക്കിസ്ഥാൻ ഭാഷ സംസാരിക്കും. ബട്ട് വാട്ട് ഇസ് യുവർ നെയിം? ഓക്കെ. Iceberg. Yeah, take a look at this iceberg. Oh, ice. Oh, it's very beautiful. Iceberg. Okay. Yeah, it's done. iceberg. Okay. അതുകൊണ്ടോ ഐസ് കണ്ടോ കൂനയായി നിൽക്കുന്നേ. ഓക്കെ. നല്ല ആൾക്കാരാട്ടോ. ഒരു വണ്ടി ലിഫ്റ്റ് വന്നു. ദിസ് ഈസ് ഐസ്ബർഗ് ഇൻ കസാക്കിസ്ഥാൻ. Вот, куда поехал? Да. Как тебя звать? What is your name? Бако. Okay, thank you my big friend. Yo, nice to meet you, sir. My one begging inside. Oh, yeah.
This is my laptop that we have everything. Yeah. Let's make selfie. Also join to be. All that. Yeah, where is the selfie? Okay. Sure, this is qualified. Qualify. Qualify. King su вот это. Это Passion. this is Kensu. This is Kensu place. I need to go by this door. Чайда kulaktan biz. Here, there, there. Straight. Yeah. By this door. Qualified. Gölsay tуда. Also, yes. Thank you. Yeah, thank you. Nepal. Ciao. Ciao. Yeah. Ciao. കെൻസ് എന്നൊരു വില്ലേജിലാണ് ലിഫ്റ്റ് വിട്ടിരിക്കുന്നത്. നല്ല മനുഷ്യർ കേട്ടോ, കുറേ കഥകൾ പറഞ്ഞു. ഈ രാജ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആൾക്കാർ പൈസക്ക് വേണ്ടി പറ്റിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കസാഖിസ്ഥാനിലെ ആളെന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ സ്ഥലത്ത് ഇപ്പോൾ ടെൻ്റ് അടിച്ചു, അത് അടിക്കാൻ പാടുള്ള സ്ഥലമാണെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ടൊക്കെ പൈസ ചോദിക്കുന്നു പറഞ്ഞു. സാറിൽ അത് സ്വാഭാവികമാണ്. ഞാൻ എൻ്റെ യാത്രയിൽ കുറേ അനുഭവിച്ചാണ്. ഇന്ത്യയിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവും. എന്തായാലും അങ്ങനെ കെൻസുവിലാണ്. വെൽക്കം ടു കെൻസു. സുഹൃത്തുക്കളെ, 10 കിലോമീറ്റർ ആയിട്ട് നടക്കുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് കേട്ടോ. വാഹനങ്ങൾ അപൂർവമാണ് ഈ റൂട്ടിലൂടെ പോകുന്നത്. പശുക്കളുണ്ട് ഇഷ്ടം പോലെ. എൻ്റെ അമ്മ, എന്താണല്ലേ ഈ സ്ഥലം. ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് ജീവിക്കണം. ബാക്കിലൂടെ വണ്ടികൾ വരുന്നുണ്ടോ നോക്കി. ഭയങ്കര പൈസയാണ് കേട്ടോ ചോദിക്കുന്നത് ലിഫ്റ്റ് അടിച്ചാലും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ പെട്രോൾ എത്ര പൈസയാണെന്ന് അറിയാം. 50 കിലോമീറ്ററൊക്കെ ലിഫ്റ്റ് അടിച്ച് പോകാൻ 5000 രൂപ ഇന്ത്യൻ പൈസ. നടക്കില്ല. നടന്നു പോകും നമ്മൾ, അത്ര തന്നെ. ഇല്ലെങ്കിൽ ഇന്നിവിടെയും കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. പക്ഷെ കുടിവെള്ളം കിട്ടുന്നില്ല കേട്ടോ. കുടിവെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചതാ. അതുകൊണ്ടോ ഇവിടുത്തെ കാറൊക്കെ സൂക്ഷിച്ച് കണ്ടോ, ഭയങ്കര ഭംഗിയുള്ള കാറുകൾ കേട്ടോ. നമ്മൾ I'm going to Kolsai. Kolsai? Yeah. Oh, Kolsai. 100 kilometers. 200. 200 kilometers. Okay, no problem. I want to plan to walk it. Yeah, walking. So no taxi? No, taxi is very expensive. Yes, taxi. $100 not possible. Dollar? I'm very poor man. No. Where are you from? വണ്ടി വേണം അവിടെ ചെയ്യിക്കുന്നത്. Huh? Where are you from? India. India? Yeah. I like mountains. Okay. Bye. ടാക്സി എടുക്കാത്ത എന്താ ചെയ്യിക്കുന്നത്? കാരണം ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെയല്ല പോകുന്നത്. ഞാൻ ഒരാളായിട്ട് അതിന് നിയമം തെറ്റിക്കാൻ പറ്റില്ലല്ലോ. മഞ്ഞുമലകളൊക്കെ പച്ച താഴ്വരകളോട് പ്രണയം പങ്കിടുകയാണ് കേട്ടോ. അത് നോക്കി കൊതിക്കുന്ന കാർമേഘങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആകാശത്ത്. ഇന്ന് ഈ പ്രകൃതി എൻ്റെ കൂടെയാണ് കേട്ടോ. സുന്ദരമാമൊരു ഭൂമി. ഇതിലൂടെ ഇനി ദൂരം പോകണം. എവിടെയെന്നറിയാതെ മനുഷ്യവാസം കുറഞ്ഞ പാതകളിലൂടെ ഗ്രാമങ്ങൾ അപൂർവമായി ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. ഹൊമ്പോ, എത്ര സുന്ദരമല്ല ഇതൊക്കെ. നല്ലതുപോലെ ക്ഷീണിച്ചു. എനിക്കറിയാത്തൊരു നാട് കൂടിയാണ്. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി. ഞാൻ ക്യാമ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ എനിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. രാത്രി കാലങ്ങളിൽ എനിക്കൊരിക്കലും ടെൻ്റ് അടിക്കാൻ സാധിക്കില്ല. ഞാൻ ടെൻ്റ് അടിക്കാൻ പോവുകയാണ്. ടെൻ്റ് അടിക്കുന്ന വിഷ്വൽസ് ടൈം ലാപ്സ് മുഖേന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ പശുക്കൾ പോകുന്നുണ്ടോ. കുതിരേൻ്റെ പുറത്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ പശുക്കളെ നിയന്ത്രിക്കുന്നത്. കണ്ടോ, അങ്ങനെ താഴ്ന്ന വാഹനങ്ങളൊക്കെ ബ്ലോക്കായിട്ടുണ്ട്. ഈ പശുക്കൾ അവർ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരുന്നല്ലേ. നോക്കാം. എൻ്റെ അമ്മ, ഇവിടെയുള്ള ആൾക്കാർ
പണം ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല പറഞ്ഞു. ഇങ്ങനെ കുതിരേനെ കൊണ്ടുപോകുന്ന ആൾക്കാർ നമ്മളെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുന്ന ഇവിടെയുള്ള ഗ്രാമവാസികൾ പറയുന്നുണ്ട്. നോക്കാം, ചോദിക്കാതെ നിൽക്കട്ടെ. നല്ല മനുഷ്യരാപ്പാ, എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറയുന്നു. ഇത്രയും ഇതിൽ നയിക്കണ്ടല്ലേ. നമ്മളെ കൊണ്ടുപോകണുണ്ടോ? എൻ്റെ അമ്മ, കുടിവെള്ളം തരുമോ? ഞാൻ ഈ റോഡ് സൈഡിൽ നിൽക്കുക കേട്ടോ, വണ്ടി പോകുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം കുടിവെള്ളം തരുമോന്ന്. ഇതിൽ 8 ലിറ്റർ കിട്ടിയാൽ ഇത്രയും നല്ലതാണ് കേട്ടോ. ഭക്ഷണം വെക്കേണ്ട വെള്ളമായി, ഇല്ലെങ്കിൽ ഇന്നും ഭക്ഷണം കഴിപ്പ് ഉണ്ടാവില്ല കേട്ടോ. ടെൻറ്റ് തങ്ങാടിയതാ. രാത്രി ആയാൽ ഇവിടെ ശൂന്യമാകും കേട്ടോ, നോ മനുഷ്യൻ. എന്താ അല്ല സ്ഥലം. അയ്യോ, എനിക്ക് ഒരാൾ വെള്ളം കൊണ്ടെത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. യുവർ നെയിം? നെയിം തോഹും. ഓക്കെ, കസാക്കിസ്ഥാൻ. നല്ല മനുഷ്യൻ കേട്ടോ. ആദ്യം പേടിയൊക്കെ ഉണ്ട്, ഇവിടെ എന്തിനാ വണ്ടി നിർത്തിപ്പിച്ചൊക്കെ. പക്ഷെ എനിക്ക് 8 ലിറ്റർ വെള്ളം കൊണ്ടെത്തുന്ന കേട്ടോ. ഒമ്പോ, താങ്ക് യു. നല്ല ആൾക്കാരാ കേട്ടോ. ഈ യാത്രയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. ടെന്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഏതെങ്കിലും ഭക്ഷണം കയ്യിലുണ്ടെങ്കിൽ അത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് കുക്ക് ചെയ്യാൻ സാധിക്കുക. കെഗലിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ ബർഗർ വാങ്ങിയായിരുന്നു. ബന്നും ചിക്കനൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. തണുത്ത പ്രദേശമായതുകൊണ്ട് ഭക്ഷണം വേഗം മോശമായി പോകില്ല. ഞാൻ ബർഗർ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കുക്കിംഗ് തുടങ്ങാൻ വേണ്ടി. സമയം ഇപ്പോൾ 4:30 കഴിഞ്ഞു. സ്റ്റൗ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി സ്റ്റൗ കത്തിക്കണം. അയ്യോ, വെള്ളം കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ കസാക്കിസ്ഥാൻ്റെ ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ കുക്കിംഗ് സ്റ്റൗ ഉപയോഗിക്കാൻ പോവാ. ഇതാണ് കേട്ടോ പുതിയ സ്റ്റൗ. ഇത് നമ്മളെ കാറ്റടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീല്, അലുമിനിയം ഫോയിൽ. എന്തായാലും കത്തിക്കട്ടെ. കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി കാഴ്ചകളൊക്കെ. രാവിലെ ഫ്രീ ആയിട്ട് കിട്ടിയ പെട്രോളാണ് കേട്ടോ. ഇന്നത്തെ ദിവസം തന്നെ കൊള്ളാം. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ എന്താ. തിരിച്ചിതിലൊക്കെ ഒന്ന് വയ്ക്കാലോ. പെട്രോള് നമ്മളെ പൈപ്പ് എടുക്കാം. ഫിയറിൻ്റെ പൈപ്പ് എടുത്ത് ഇതിൽ കൊടുക്കാം. ഇത് കിട്ടാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ, കുറച്ച് അറിയാനുണ്ട്.
ഒന്ന് കത്തട്ടെ കേട്ടോ നല്ലപോലെ. സമയം നല്ല ഇരുട്ടായി, ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ ഒന്ന് അരിയാം. മട്ടരി വേകാൻ ഭയങ്കര സമയം എടുക്കുന്ന കേട്ടോ. കറി റെഡിയായി, ചോറും റെഡിയായി, നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കഴിക്കണം കേട്ടോ. സമയം നല്ലതുപോലെ ഇരുട്ടായി. അപ്പം പിന്നെ അധികം ഞാൻ സമയം വൈപ്പിക്കുന്നില്ല, ഭക്ഷണം കഴിച്ച് തുടങ്ങണം, ഇല്ലെങ്കിൽ വേഗം എന്താ ഇരുട്ടായി പോകും. പിന്നെ തീ ഇടണം, അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. എന്തായാലും ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളൊന്നും അധികം ഉൾപ്പെടുത്തുന്നില്ല, കുറേ സമയം ലേറ്റായി പോകും. കുറച്ച് വിഷ്വൽസ് ഉൾപ്പെടുത്താം കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് നല്ല മട്ടയരിയാണ്. മട്ടയരിയും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നമ്മുടെ തക്കാളി ഉള്ളിയും വഴറ്റിയത്. മുട്ടയൊന്നും കിട്ടില്ല, ചിക്കനൊന്നും വാങ്ങാൻ കിട്ടിയില്ല, കുറേ ദൂരം നടന്നു. സാരില്ല, കഴിക്കട്ടെ. ചോറ് കിട്ടുക. എനിക്ക് കൊള്ളാം കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ യാത്ര. എൻ്റെ ഉച്ചക്കും ഭക്ഷണവുമില്ല, രാത്രി കഴിക്കുന്ന ഭക്ഷണം. ഈ നടത്തത്തിനൊടുവിൽ ഇങ്ങനെയും നമ്മൾക്ക് യാത്രകൾ ചെയ്യാം. ചാണകം റെഡിയാക്കിയിട്ടുണ്ട്. ഓ, തണുപ്പ് കൂടി വരും കേട്ടോ. എൻ്റെ കയ്യും കാലും നല്ല വിറവ് വരുന്നുണ്ട്. തൊട്ടടുത്താണ് മൗണ്ടെയ്ൻസ് ഉള്ളത്. പിന്നെ ഈ ടെറൈനും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചാണകം റെഡി ആയിട്ടുണ്ട്. എൻ്റെ അമ്മ, തൊട്ടടുത്തൊരാൾ പോലും ഇല്ല ദൈവമേ. 1 കിലോമീറ്റർ ദൂരമായിട്ട് വില്ലേജ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പഠിക്കാനില്ല. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ പോലീസുകാരും കുതിരകളൊക്കെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടല്ലേ. പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിന്ന്. അവർ വന്ന് ഇതിലൂടെ പോകുമ്പോൾ എൻ്റെ ആധാർ കാർഡ്, ഐ ഡി കാർഡൊക്കെ ചോദിച്ചു. ഐ ഡി കാർഡല്ല, സോറി, പാസ്പോർട്ടാണ് ചോദിച്ചത്. ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ആയിപ്പോയി. എൻ്റെ നാവൊക്കെ ഒട്ടി. മനസ്സിലാ കണ്ടോ? ഭയങ്കര തണുപ്പാട്ടോ. ഇതാണ് എൻ്റെ 2 ജാക്കറ്റും എൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ മഴക്കാലത്ത് ഇടുന്ന പാൻറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ ഉള്ളിലേക്ക് കാറ്റടിച്ച് കയറില്ല. അയ്യോ, ഇതാണ് കേട്ടോ. ഈ പുകയാണ് ഇവിടെ വേണ്ടത്. ഈ പുക ഇടുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ചാണകമാണ്, ചാണകം. കത്തട്ടെ. കൈക്കത്തെ ചൂട് കേൾക്കുന്നില്ലേ? അയ്യേ, അതുകൊണ്ട് അത്രയും തണുപ്പുണ്ടെന്ന് അർത്ഥം കേട്ടോ. കയ്യിലൊന്നും ചൂട് കേൾക്കുന്നില്ല അങ്ങനെയൊന്നും പെട്ടെന്ന്. പിന്നെ എൻ്റെ മുഖം മൊത്തം കറക്കും കേട്ടോ. കറക്കുന്ന പറഞ്ഞാൽ ടാൻ അടിച്ച് കറക്കും. അതായത് തണുപ്പായി രാവിലെ വെയിൽ വരുമ്പോൾ എല്ലാം ഒട്ടിപ്പിടിക്കൂലേ, ആ ഫീൽഡിലേക്ക് പോവും. ഹേ കാറ്റടിച്ചേ തണുപ്പടിച്ചേ മിക്കവാറും എൻ്റെ ബോധം പോകുന്നു. എൻ്റെ കാലൊക്കെ മസിലൊരു പരുവായിട്ടല്ലോ കേട്ടോ. അയ്യോ, തണുപ്പ് കയറിയിട്ട് മൊത്തം കട്ട പിടിച്ച് പോലെയുണ്ട്. ഇങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ യാത്രയിലൊക്കെ. യാത്രയല്ല, ഇങ്ങനെയുള്ള ബഡ്ജറ്റ് യാത്രകൾ ചെയ്ത് മനോഹരമായ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതെല്ലാവർക്കും താങ്ങൂലെന്ന് മാത്രം. ഇതാണ് മക്കളെ ഇപ്പം എന്താ തീയെല്ലാം കൊണ്ടിട്ട്, സോറി, എല്ലാം ഒട്ടിപ്പിടിച്ചെൻ്റെ വായൊക്കെ തീയൊക്കെ കൊണ്ടിട്ട് ഞാൻ ടെൻറ്റിനകത്ത് കയറിയിട്ട് കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ട് രാവിലെ എണീക്കണം. ഒരു ചായ നാരങ്ങ വീനാക്കണം. ടെൻറ്റിൻ്റെ ഉൾഭാഗം കണ്ടോ? ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് കിടക്കാൻ. ബാക്കി മുഴുവൻ എൻ്റെ സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ യാത്രയിൽ. മോൻ കണ്ടോ, മൊത്തം വെളിച്ചെണ്ണ വാരി തേച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എല്ലാം ചുണ്ടിനൊക്കെ കണ്ടോ ഇട്ടിട്ട്. കാരണം അത്രയും തണുത്ത് പോയി. എൻ്റെ ചുണ്ട് വേഗം പൊട്ടും കേട്ടോ തണുത്താൽ. ഓൾറെഡി അത്രയും ഹിമാലയത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് വന്നിട്ടെന്ന് എൻ്റെ മുഖം മൊത്തം പോയായിരുന്നു. വീണ്ടും തണുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരും കേട്ടോ. റൂമിലൊക്കെ നിൽക്കുമ്പോഴാണ് ഇഷ്യൂ വരില്ല. പക്ഷേ ഇങ്ങനെ ടെൻറ്റ്, ഒരേ നടത്തം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ശരീരം വേഗം ക്ഷീണിക്കും. എന്തായാലും നാളെ കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 5 മണി കേട്ടോ. 5 മണി ആയതേ ഉള്ളൂ ഇവിടെ. 4 മണിക്ക് ഇവിടെ വെളിച്ചം വന്നു, പക്ഷെ എണീക്കാൻ പറ്റിയില്ല. തണുത്തൊരു പരുവായി കേട്ടോ.
കാരണം സ്ലീപ്പിംഗ് ബാഗില്ല. എൻ്റെ ശരീരത്തിലാണെങ്കിൽ തണുപ്പടിച്ചിങ്ങനെ ഒരേ കയറ്റില്ല കേട്ടോ. തണുപ്പടിച്ചിങ്ങനെ കയറി കയറി പരുവായി. ഞാൻ എല്ലാ പാൻറ്റും എടുത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അയ്യോ അയ്യോ, എല്ലാ പാൻറ്റും എടുത്തിട്ടുണ്ട്. ഇതാണ് രാവിലത്തെ ഒരു സിറ്റുവേഷൻ കേട്ടോ. എൻ്റെ അമ്മ, എൻ്റെ കൈ ഇങ്ങനെ വറക്കോ. സൂര്യപ്രകാശം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയായാനെ. എന്തായാലും ഒരു തണുപ്പ് മാറിയിട്ട് ആ സൂര്യപ്രകാശം വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ടെൻ്റൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി, പാക്ക് ചെയ്യാൻ വേണ്ടി. ശരിയാവില്ല, വീണ്ടും നടക്കണം. എൻ്റെ അമ്മ, ബാഗെല്ലാം പാക്ക് ചെയ്ത് പല്ല് കേൾക്കാൻ വേണ്ടി താഴോട്ട് വന്നു കേട്ടോ. ഒരു കുന്നു പോലത്തെ സ്ഥലത്താണ് ബാഗ് വെച്ചിട്ടുള്ളത്, കാരണം എനിക്ക് ഇടണമെങ്കിൽ അതാണ് എളുപ്പം. നല്ല തണുപ്പ് ഭയങ്കര വേദന. എനിക്ക് തോന്നുന്നു കുറേ നാൾ റെസ്റ്റ് എടുത്തിട്ട്, അതായത് വിയറ്റ്നാം പോയിട്ട് ക്യാമ്പിങ് നടന്നില്ലല്ലോ, ആരും അലോഡ് ചെയ്തില്ല രാജ്യത്തിൽ. അപ്പോൾ വീണ്ടും ഒരു തണുത്ത പ്രദേശം, അത്രയും തണുപ്പിൽ വന്ന് വീണ്ടും അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നേ തോന്നുന്നു കേട്ടോ. എന്തായാലും പല്ലൊക്കെ തേച്ചിട്ട് എൻ്റെ നടത്തം ആരംഭിക്കണം. 60 കിലോമീറ്ററോളം എനിക്ക് പോകേണ്ടത്. അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്തെൻ്റെ യാത്ര പോകുന്ന വിഷ്വൽസിനാണ് ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ. കുറച്ച് ദൂരം ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയായിരുന്നു. ഇപ്പോൾ ഒരു ഗ്രാമത്തിലെ പേരെന്നറിയില്ല. ഇവിടെ ഒരു വീട്ടിൽ ഹോം സ്റ്റൈലാട്ടോ വന്നിട്ടുള്ള. ചായ കുടിക്കുക കേട്ടോ, ചായയും ബിസ്ക്കറ്റുമാണ്. ഭക്ഷണം ഉണ്ടാക്കുകയാണ് കേട്ടോ. Читрин, қош келдің біздің үйге. Ақай Нүсіпбеков ауылында тұрсың. Көлсайға 30 километр. Келіп тұрыңдар. ഇവിടുത്തെ ഭാഷയാണ് കേട്ടോ. പുള്ളിക്കാർക്ക് റഷ്യൻ ഭാഷ, കസാക്കൻ ഭാഷയൊക്കെ അറിയാം. ഗ്രാമത്തിന്റെ പേരില്ലേ, എന്നെ കൊണ്ട് എത്ര പഠിച്ചിട്ടും കൂടുന്നില്ല കേട്ടോ. റെഡി. ഭക്ഷണത്തിന് സമയം കേട്ടോ. അക്കംബൈങ്ക് എന്നൊക്കെ പറഞ്ഞ ഗ്രാമമാണ് കേട്ടോ. എനിക്ക് അറിയാം, ഞാനിവിടെ എഴുതി കാണിക്കാം, പറയാൻ പറ്റുന്നില്ല. ഇവരെ ഭാഷ രീതിയിലാകുമ്പോൾ എളുപ്പമാണ്. എനിക്ക് ടഫാണ് കേട്ടോ. ഞാൻ നോക്കി എൻ്റെ ഫേസൊക്കെ കണ്ടു, നല്ല ടയേർഡായിട്ട്. ഇന്നലത്തെ ക്യാമ്പിങ്ങിൻ്റെ എഫക്റ്റാണ് കേട്ടോ. തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുഖം മൊത്തം ടയേർഡായി കണ്ടോ. സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ടാ. സമയം ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ. ഞാൻ ചായ കുടിക്കുവാണ്. ഞാൻ എത്ര മണിക്ക് ഉറങ്ങി വരാം. 3 മണിക്കൂർ ഒരേ ഉറക്കം ഉറങ്ങി. ഇവരൊന്നും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ എണീച്ചേ. ഇവിടെ ഇപ്പോൾ സമയം 6 മണിയായി. ഇന്ത്യയായിട്ട് സമയം ഡിഫറൻറ്റ് എന്ന് പറയുന്നത് അരമണിക്കൂറാണ്. ഇവിടെ കണ്ടോ 2 ആളുണ്ട്. തോച്ചി ഇവിടെ ബ്രെഡും ജാമൊക്കെ കഴിക്കോട്ടെ എല്ലാവരും. ഇതൊക്കെയാണ് ഇവരുടെ ഫുഡ്. തോച്ചി Привет, Медика Витя, привет. Привет. Привет, Иси. Привет. Она соткала. Тоти, Сенька, привет. Тоти, привет. ഹായ്. ചെറിയ കുട്ടികളാണ്, അത്രയും ചെറിയ കുട്ടികൾ. ഒന്ന് പറഞ്ഞാൽ എന്നെ കണ്ടിച്ച് പേടിയായി, ഒരു ഭീകരനെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഹായ്. ഓക്കെ, യുവർ നെയിം? My name is Gaziz. പുള്ളിക്കാരൻ കോൾസായി തടാകം പോകുന്ന ട്രെക്കിംഗ് ഗൈഡാണ് കേട്ടോ. ഇത് കണ്ടോ, ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മട്ടനില്ലേ, മട്ടൻ്റെ കാലും അതും ചോറും കുറച്ച് സൂപ്പൊക്കെ മിക്സ് ആക്കിയ ഭക്ഷണം കേട്ടോ. റൈസ്. ദിസ് ഈസ് മൈ ലാംഗ്വേജ്, മലയാളം. കസാക്കിനോ, റഷ്യനോ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. In Kazakhstan, how many days? 15 day, 1-5. To Kyrgyzstan, Almaty to Kyrgyzstan, 3 months. Yeah, long journey. Yeah. Good.
രാവിലെ ഉറങ്ങി എണീച്ച് എന്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. സമയം 7:30 മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ 7:30, നാട്ടിലാകുമ്പോൾ 8 മണി ആയിട്ടുണ്ടാവും. കാരണം ഞാൻ 10 മണിക്ക് ഉറങ്ങി എണീക്കാന്നാ പറഞ്ഞത്. കാരണം ഇതാകുമ്പോൾ അവർ 9 മണിക്ക് ഒരു തിരിച്ചു വരും. അവർ പശുവിനൊക്കെ കറക്കാൻ പോകും. അപ്പൊ 2-3 മണിക്കൂർ കൂടി ഉണ്ടാവില്ല. അപ്പൊ എന്റെ പ്ലാൻ ചെക്കൗട്ട് ചെയ്ത് നമുക്ക് വീണ്ടും നടത്താൻ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ താഴെ ചാവടിക്കാൻ പോകണം. ഇവിടുത്തെ എല്ലാ വീടുകളിലും കസാക്കിസ്ഥാനിലെ തണുത്ത ഭൂപ്രദേശമാണ്. വിന്ററിൽ എക്സ്ട്രീം ആയിരിക്കും. ഇത് കണ്ടോ, ഇതൊരു കമ്പിയാണ്, ഇരുമ്പാണ്. ഇത് ചൂടുണ്ടാക്കും കേട്ടോ. നമ്മുടെ ഇന്ത്യയിലൊക്കെ റൂമിന്റെ അകത്ത് തീ ഇടുന്ന പരിപാടി, ഒരു വലിയ കലം പോലെ ആക്കിയിട്ട് വിറക് കത്തിച്ച് തീ ഉണ്ടാക്കും. ഇവിടെയൊക്കെ പറഞ്ഞൊരു കമ്പി ഉണ്ടാവും എല്ലാ വീട്ടിലേക്കും. ഇത് പെട്രോളാണോ ഗ്യാസിലാണോ വർക്ക് ചെയ്യുന്നത് അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. ഇത് രാത്രിയാകുമ്പോൾ നല്ല ചൂടാവും. ഈ ചൂട് മൊത്തം റൂം കൊണ്ട് ഇങ്ങനെ മൂടും കേട്ടോ. പുറത്താണെങ്കിൽ ഭയങ്കര കോൾഡും അകത്താണെങ്കിൽ നല്ല ചൂടും കേട്ടോ. ഈ ഒരു സിസ്റ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൊട്ടിത്തെറിക്കുന്നൊക്കെ പേടിയില്ലവർക്ക് അത് സാധിക്കത്തില്ല കേട്ടോ. കസാക്കിസ്ഥാന്റെ കറൻസിനെ ടെങ്ക എന്നാണ് പറയാ. ഇവിടെ ഇന്ന് താമസിക്കാൻ വേണ്ടി നമുക്ക് എടുക്കുന്നത് ഏകദേശം 8,000-9,000 ടെങ്ക. നാട്ടിലെ 1,600 ആ റേറ്റ് വരും കേട്ടോ. ഏറ്റവും കുറഞ്ഞ പൈസ ആണ് കേട്ടോ ഹോം സ്റ്റേയിൽ താമസിക്കാൻ വേണ്ടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. നല്ല ആൾക്കാരാണ് ഇവിടെ. പൈസയുടെ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൽമാട്ടി പറഞ്ഞ പട്ടണങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇവരെ കാസി അക്കൗണ്ട് ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ പോലെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇന്ത്യൻ പൈസ കൊടുക്കാം. അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടി ഇവിടെ ഉണ്ട്. ഞാൻ അധികം അങ്ങനെ ചെയ്യുക. കാരണം ക്യാഷ് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും കാർഡോ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യത്തില്ല. കം സിറ്റ്. ഓക്കെ. ഹായ്. കുട്ടികൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവർ കാണാത്ത രൂപമല്ല എന്നെ കാണുന്നത്. ഇപ്പം ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. സാരില്ല. വാക്സിൻ. Yeah, the heavy. Heavy. Which kg? 50? Total? Total, yeah. Total 32. 32? 32 total. Good. Yeah. 30? Yeah. 32? Yeah. Oh. This is support. It's dangerous, But you're excited. 5 years I'm continuing traveling the Himalayas, mountain camping. There are so many experiences in my life. Sati, which side? This Straight. Yeah. Okay, thank you. On the asphalt. Okay. Okay, brother. Yeah. Bye. Yeah. Thank you. I eat. Bye. എല്ലാവർക്കും ഈ ബാഗ് കാണുമ്പോൾ പേടിയാണ് കേട്ടോ. അപകടമാണ്, നടുവിൽ പിടിക്കും. ശരിയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത കാര്യമല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ, വീണ്ടും നടത്താൻ ആരംഭിച്ചു. കുറച്ച് ദിവസമായിട്ട് പിടുത്തം ശരീരത്തിന് പിടിച്ചതിന്റെ കാരണം ലഗേജ് തന്നെയാണ്. കാരണം റെസ്റ്റ് വന്നോണ്ട് മാത്രം കേട്ടോ. ഇല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാവില്ല എനിക്ക്. ഇതിനെക്കാട്ടി ഹെവി കൊണ്ടുപോയതില്ല ലഡാക്ക് ജേണിയിലൊക്കെ, ഉത്തരാഖണ്ഡിലൊക്കെ. ഇവിടെ ആൾക്കാരൊക്കെ റോഡ് ക്ലീൻ ചെയ്യാം കേട്ടോ. വില്ലേജിലെ ആൾക്കാരൊക്കെ കുറച്ച് ഫ്രണ്ട്ലി ആണ്. സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാരണം ഇങ്ങനെയുള്ള സഞ്ചാരികൾ ഇവിടെ വരാറില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്ര ക്യൂരിയോസിറ്റി നമ്മളോട്. സംസാരത്തിലായാലും സ്വഭാവത്തിലായാലും. ഒരാൾ തന്നെ കെട്ടിപ്പിടിച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഹോസ്പിറ്റൽ വന്നു തൊട്ട് ബാക്കിൽ. ഇവിടെ എന്താ വെച്ചാൽ കടകളൊക്കെ ഇല്ലേ, നമുക്ക് ഓപ്പൺ ആണോന്ന് മനസ്സിലാവില്ല. അവിടെ പോയി ഡോർ തുറന്ന് നോക്കണം, ഇവിടെ എന്തെങ്കിലും തുറന്നിട്ടുണ്ടോ അറിയാൻ വേണ്ടി കേട്ടോ. പുറത്ത് ആൾക്കാരുണ്ടാവില്ല കടേന്റെ, എല്ലാവരും ഉള്ളിലായിരിക്കും കേട്ടോ. ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സംസ്കാരം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.